ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞോ എല്ലാവരുടെയും? മിക്ക ദിവസങ്ങളിലും എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം ഇതാണ് കേട്ടോ. വൈകുന്നേരം ഞാൻ പൊന്നുവിനെ വിളിക്കാൻ പോയേക്കുവാണ്. ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്നാൽ ചിലപ്പോൾ 20-25 മിനിറ്റൊക്കെ നിൽക്കേണ്ടി വരും എനിക്ക്. ഒറ്റക്കായിരിക്കൂല കേട്ടോ. വേറെ സ്കൂളിൽ നിന്ന് പിള്ളേരെ വിളിക്കാൻ വരുന്ന പാരൻസൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്ന ആൾക്കാരും ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ആരെങ്കിലുമൊക്കെ വരണേന് മുമ്പ് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ വേഗം എടുക്കുകയാണേ. ക്യാമറാമാനും ഞാൻ തന്നെ ആയത് കാരണമാണ് ആ ചളിപ്പ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏകദേശം 3 നില ബിൽഡിങ്ങിൻ്റെ ഒരു പൊക്കമുണ്ട് കേട്ടോ ഈ ഫ്ലൈ ഓവറിന്. അപ്പോൾ അത് കാരണം ഞാൻ എല്ലാ ദിവസവും താഴേക്ക് ഇറങ്ങിപ്പോയി സ്കൂളിൽ നിന്ന് അവളെ കൂട്ടാറില്ല. മുകളിൽ ഇറക്കി വിടാറേ ഉള്ളൂ. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഞാനിപ്പോൾ അങ്ങനെ സ്കൂളിലേക്ക് പോവാറില്ല കേട്ടോ. എന്തെങ്കിലും സ്കൂളിലേക്ക് ചെല്ലേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പോവാറുള്ളേ. അതേസമയം അവൾ 6th പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടാക്കുമായിരുന്നു കേട്ടോ. സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് വീണ്ടും ഞാൻ ഈ സ്റ്റെപ്പ് കയറി ബസ് എടുത്ത് സീമയുടെ അടുത്ത് പോയിരിക്കുമായിരുന്നു. പിന്നെ വൈകുന്നേരം സീമ എന്നെ സ്കൂളിൽ കൊണ്ടാക്കും. അവിടെ നിന്ന് ഞാൻ മോളെ വിളിച്ചുകൊണ്ട് തിരിച്ച് മുണ്ടമ്പയിലേക്ക് പോകുമായിരുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ 7th 8th അവൾ സീമയുടെ അടുത്തുനിന്ന് തന്നെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്കൂൾ ബസ്സിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇപ്രാവശ്യം 9th ആയത് കാരണമാണ് ഞാൻ എൻ്റെ അടുത്ത് നിർത്തിയേക്കുന്നത്. അപ്പോൾ അവിടെ 2 കുഞ്ഞു പിള്ളേരുള്ള കാരണം ഏത് നേരവും തല്ലുപിടുത്തവും ബഹളവും ഭയങ്കര സ്നേഹമൊക്കെ ആണെങ്കിലും ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഇപ്രാവശ്യം ഇവിടെ നിൽക്ക്, 9th 10th നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം ഇവിടെ നിന്നാണ് അവൾ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ എൻ്റെ വൈകുന്നേരത്തെ കാഴ്ചകൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതാ ആൾ നടന്നു വരുന്നുണ്ട്. താഴേന്ന് വളരെ ക്ഷീണിച്ചാണ് നടന്നു വരുന്നത്. ആർട്സിൻ്റെ കോമ്പറ്റീഷനും പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വിശന്ന് പൊരിഞ്ഞ് വരുന്ന വരവാണ് കേട്ടോ കാണുന്നത്. അപ്പം നല്ല കാലുവേദനയൊക്കെ ഉണ്ടാവും. ഈ സ്റ്റെപ്പും കൂടി കയറി ഇറങ്ങുമ്പോഴേക്കും ആൾ ക്ഷീണിച്ച് പോകും കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് അധികം നേരം ഇരുത്തി പഠിപ്പിക്കാനും നിർബന്ധിച്ചില്ല. കുളിയൊക്കെ കഴിഞ്ഞ് വേഗം ഫുഡ് കൊടുത്തിട്ട് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. കുറച്ച് നേരം അവൾ വെറുതെ കിടക്കണപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നീ ഉറങ്ങിക്കോടി എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് നേരം കിടക്കുന്ന കരുതിയിട്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത്. പാവം ക്ഷീണം കൊണ്ട് അങ്ങനെയോ കിടന്ന് പിന്നെ രാത്രി ഒരു 10:30 ആയപ്പോഴേക്കും കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് വീണ്ടും ഉറങ്ങി. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.